നിങ്ങൾ അറിഞ്ഞോ എമ്മൂറ്റിയിൽ സ്നോ മാനിയ? നിങ്ങൾ അറിഞ്ഞോ എമ്മൂറ്റിയിൽ സ്നോ മാനിയ? എന്ന് വാ നമുക്ക് പോയി കണ്ടിട്ട് വന്നാലോ? നമ്മൾ എമ്മൂറ്റിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ടിക്കറ്റ് എടുക്കാൻ. നമ്മളവിടെ പോയ ശേഷമാണ് ടിക്കറ്റ് എടുത്തത്. അവിടെ പോയി ടിക്കറ്റ് എടുത്ത ശേഷം ഇത് കൊടുക്കുമ്പോഴത്തേക്ക് അവർ ബൂട്ട്സ്, ജാക്കറ്റ്, സോക്സ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യും. അത് മേടിച്ചിട്ട് അകത്ത് ലോഞ്ചിൽ പോയിട്ട് നമുക്ക് ഇതെല്ലാം ഇടാവുന്നതാണ്. ഫുൾ സ്നോമാനെ എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഡോറ് പറഞ്ഞിട്ട് വേറൊരു സ്പേസിലേക്ക് കയറി നിൽക്കും. അപ്പോൾ അവിടുന്ന് ഒരു ഡോർ കൂടി ഉണ്ട്. അതുകൂടെ ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. ഡോർ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കയറി കഴിയുമ്പോൾ തന്നെ നമ്മൾ വേറൊരു ലോകത്തെത്തിയതുപോലെ ഒരു ഫീലാണ്. കയറി അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് കാണുന്നതിന് മുന്നേ കുഞ്ഞു പിള്ളേരെല്ലാം മഞ്ഞ് വാരിക്കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ചൂട് സമയത്ത് അതിനകത്തേക്ക് കയറിയപ്പോൾ എല്ലാവർക്കും ഒരു റിലാക്സേഷൻ പോലെ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അവർക്ക് മെയിനായിട്ട് ഇഷ്ടമുള്ള കാര്യം മഞ്ഞ് വാരി കളിക്കുക തന്നെയാണ്. കുട്ടികൾക്ക് കളിക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ അതിനകത്ത് മഞ്ഞിൽ കൂടെ വലിച്ചുകൊണ്ട് പോകുന്ന വണ്ടിയുണ്ട്, അതുപോലെ സ്ലൈഡ്സ് ഉണ്ട്, അതുപോലെ വേറെ ഊഞ്ഞാലുണ്ട്. പിന്നെ മെയിനായിട്ട് ഇതിനകത്ത് ലൈറ്റ്സൊക്കെ പല കളറിലുള്ള ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് മ്യൂസിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഡാൻസ് ചെയ്യുന്നവർക്കെല്ലാം ഇതിനകത്ത് മഞ്ഞിൽ കിടന്ന് ഡാൻസ് ചെയ്യാം. അതുപോലെ ഫോട്ടോസ് എടുക്കാനൊക്കെ ഒത്തിരി നല്ല സീനറീസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജ് രണ്ട് സൈഡിൽ ഇങ്ങനെ കയറി ഇട്ടിട്ടുണ്ട്. നമുക്കതിൽ പിടിച്ച് നടക്കാം. കൊച്ചു കുട്ടികൾക്കൊക്കെ നന്നായിട്ട് അതിൽ നടക്കാൻ പറ്റും. വെക്കേഷനൊക്കെ ആയിട്ട് കുട്ടികളെല്ലാം വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ അവരെ നമുക്കൊരു ദിവസം പുറത്തൊക്കെ കൊണ്ടുപോയി ഈ സ്നോ മാനിയയിലൊക്കെ വന്നിട്ട് അവരുടെ അന്നത്തെ ഒരു ഡേ അവർക്കൊരു സ്പെഷ്യൽ ഡേ ആക്കി മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് കുറേ ബോൾസ് എല്ലാം അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറേ കുട്ടികളൊക്കെ ഒരുമിച്ച് വരികയാണെങ്കിൽ അതിനകത്ത് തന്നെ ബോൾ കളിക്കാനൊക്കെ നല്ല രസമായിരിക്കും. ഇതിനകത്ത് ടൈം പറയുന്നില്ല, അൺലിമിറ്റഡ് ടൈമാണ് പറഞ്ഞിട്ടുള്ളത്. മാക്സിമം നമുക്ക് എത്ര നേരം നിൽക്കാൻ പറ്റുമോ അത്ര നേരം നമുക്ക് നിൽക്കാവുന്നതാണ്. ഇപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ അവർ 1 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും മതിയെന്ന് പറഞ്ഞു തുടങ്ങും. നമ്മൾ മഞ്ഞുള്ള സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും വാതിർന്ന് സംസാരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പുക വരത്തില്ലേ, അതേ സെയിം എഫക്റ്റാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നമ്മുടെ വായിൽ നിന്ന് ഇങ്ങനെ പുകയൊക്കെ വരും. ഇവർ എൻജോയ് ചെയ്യുന്ന കുറച്ച് കണ്ടാലോ? എല്ലാവരും പോവുമല്ലേ?